എടാ എനിക്ക് പേടിയാടാ, എനിക്ക് സ്റ്റേജിൽ നിന്ന് കയറാനില്ല, ഞാൻ ഇൻട്രോവേർട്ടാടാ. നിങ്ങൾ ഇൻട്രോവേർട്ടാണോ അത് എക്സ്ട്രോവേർട്ടാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? എടാ എനിക്ക് പേടിയാടാ, എനിക്ക് സ്റ്റേജിൽ നിന്ന് കയറാനില്ല, ഞാൻ ഇൻട്രോവേർട്ടാടാ. എടാ എനിക്ക് ആൾക്കാരൊന്നും വർത്താൻ പറയാൻ കഴിയില്ല, ഞാൻ ഇൻട്രോവേർട്ടാ. എനിക്ക് ഷാൻ പറഞ്ഞാതിരി ശരിക്കും പറഞ്ഞാൽ അതൊരു സോഷ്യൽ ആൻസൈറ്റി ആണ്. അതായത് സ്റ്റേജ് ഫിയർ, എനിക്ക് സ്റ്റേജ് കയറാൻ പേടി, അത് സ്റ്റേജ് ഫിയർ ആണ്. എനിക്ക് ആൾക്കാരോട് ഇങ്ങനെ വർത്താൻ പറയാൻ കഴിയില്ല, എനിക്ക് അതൊരു സോഷ്യൽ ആൻസൈറ്റി ആണ്. അല്ലാതെ ഇൻട്രോവേർട്ട് അല്ല. ഇൻട്രോവേർട്ട് ഒരു പേഴ്സണാലിറ്റിയാണ്. ഇൻട്രോവേർട്ട് ആയ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചാർജ് ആവും, അതൊരു പേഴ്സണാലിറ്റിയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അല്ലാതെ ആൾക്കാരോട് വർത്താൻ പറയുമ്പോൾ ഭയം പറയുമ്പോൾ അതൊരു ആങ്സൈറ്റി, അതൊരു ഫിയറാണ്. പലരും അതിന് ഇൻട്രോവേർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അത് ഇൻട്രോവേർട്ട് അല്ല. ഓക്കെ, അതൊരു ആങ്സൈറ്റി, അങ്ങനെ മനസ്സിലാക്കണം. എക്സ്ട്രോവേർട്ടറിന് എന്താ സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താൻ പറഞ്ഞ് ഇങ്ങനെ വൈബാക്കി എടുക്കും. അങ്ങനെ ചെയ്താലേ ഓൽക്കൊരു ചാർജ് ആവുള്ളൂ. പിന്നെ ഇത് എക്സ്ട്രോവേർട്ടും അല്ല ഇൻട്രോവേർട്ടും അല്ല, അതിന് രണ്ടിനും നടുവിലുള്ള ആംബിവേർട്ട് എന്ന് പറയും. അതായത് ഓൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്, ആൾക്കാരോട് വർത്താൻ പറഞ്ഞ് സോഷ്യൽ ബട്ടർഫ്ലൈ ആവാൻ ഇഷ്ടമാണ്. അതായത് അതിനെ വിളിക്കുന്ന പേരാണ് ആംബിവേർട്ട്. അതായത് കൂടുതൽ ആൾക്കാരും പൂർണ്ണമായി ഇൻട്രോവേർട്ടും അല്ല പൂർണ്ണമായി എക്സ്ട്രോവേർട്ടും അല്ല, ഈ ആംബിവേർട്ട് ഗണത്തിൽ പെടും. ഇതൊക്കെ ഒരു ലളിതമായ വർഗീകരണം മാത്രമാണ്. ഡിഫൈൻ ചെയ്യാൻ കുറച്ച് സങ്കീർണമായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞോളൂ. അപ്പോൾ ശരിയാവുന്നു. ശരി എന്നാ.